നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നവാബ് രാജേന്ദ്രനെ പ്രതിയാക്കിയ അപകീർത്തി കേസിൻ്റെ പിന്നാമ്പുറം കഥയാണ്. നവാബ് രാജേന്ദ്രൻ എന്ന് പറയുമ്പോൾ 1990-കളിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെയൊക്കെ കേസ് കൊടുത്തിട്ടുള്ള കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. ശ്രീ കെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന MP ഗംഗാരനെ മന്ത്രിസ്ഥാനം പോകേണ്ട വന്നിരുന്നു. നവാബ് രാജേന്ദ്രനാണ് കേസ് കൊടുത്തത്. അങ്ങനെ ഒരുപാട് പൊതുതാൽപര്യ വ്യവഹാരങ്ങൾ ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പൊതുതാൽപര്യ വ്യവഹാരങ്ങളുടെ തുടക്കക്കാരാണ്. അപ്പം അദ്ദേഹം ഒരുപാട് അഴിമതി ഒക്കെ വെളിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ ശ്രീ നവാബ് രാജേന്ദ്രനെ പ്രതിയാക്കി ഒരു അപകീർത്തി കേസ് ചരിത്രത്തിൽ കൊടുക്കുന്നൊരു വ്യക്തി ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നു. അപ്പോൾ നവാബ് രാജേന്ദ്രനെ പ്രതിയാക്കി കൊടുത്ത കേസ് കൊടുത്തതിൻ്റെ ചരിത്രം, പിന്നാമ്പുറം കഥ, നവാബിനെ പ്രതിയാക്കിയ അപകീർത്തി കേസിൻ്റെ പിന്നാമ്പുറം കഥ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വാക്കിരുന്ന ആത്മകഥയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കുറിച്ചാണ് വ്യക്തമായി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പറയുന്നത്. അപകീർത്തി കേസിന് ആസ്പദമായ സംഭവത്തിലേക്കാണ് കിടക്കുന്നത്. അത് അപകീർത്തി കേസ് എന്ന് പറയുമ്പം അതിൻ്റെ 27 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. 97 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഡൽഹിക്ക് അഭയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജ്ജപ്പെടുത്തുവാൻ അന്നത്തെ രാഷ്ട്രപതി മലയാളിയും കൂടിയായ ശ്രീ KR നാരായണനെ കണ്ട് ബുക്കാനും CV ഡയറക്ടറെ കൊണ്ടൊക്കെ നിവേദനം കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിലെ മെമ്പറായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സേനാനിയോടൊപ്പമാണ് പോയത്. ജോൺ എന്ന് പറയും. KE മാമൻ ആക്ഷൻ കൗൺസിലുണ്ട്, സ്വാതന്ത്ര്യ സേനാനി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്താൽ 2 tier AC-യിൽ ഒരാൾക്കും കൂടെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അത് നേരത്തെ എഴുതി കൊടുത്താൽ മതി. MP-മാരുടെ പോലെ തന്നെ MP-ക്ക് ഒരാൾക്ക് 2 tier AC-യിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും കൂടെ. അങ്ങനെ ഇത് പോകാൻ കാരണം ഞാൻ ഡൽഹിക്ക് കേരള എക്സ്പ്രസ്സിനാണ് പോകുന്നത്. കോട്ടയത്തു നിന്ന് ഡൽഹിക്ക് പോകുന്നു. അപ്പം KE മാമൻ പറഞ്ഞു, ഈ ജോൺ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സേനാനി ഇതുവരെ ഡൽഹിയിൽ പോയിട്ടില്ല, പുള്ളിക്ക് പാസ്സുണ്ട്, ട്രെയിനിൽ ഫ്രീ ആയിട്ട് ഒരാൾ കൂടെ പോവുകയും ചെയ്യും, ഇതുവരെ പോകാൻ പറ്റാത്ത അദ്ദേഹത്തെ കൂടെ ഡൽഹി ഒന്ന് കാണാൻ ഒരവസരമാകും, അപ്പം ജോണുമായിട്ട് ഒരുമിച്ച് പോകും എന്ന് KE മാമൻ നിർദ്ദേശിച്ചു. അതും പ്രകാരം KE മാമൻ്റെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സേനാനിയായിട്ട് ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ AC കോച്ചിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ട് പൈസ മുടക്കാതെ ഇരിക്കാമെന്നല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിനും ഡൽഹി പോയി കേരള ഹൗസിലാണ് താമസിച്ചത്. അവിടെ മുറിയെടുക്കുന്നതിനൊക്കെ പൈസ ഒരാളുടെ കൂടുതൽ തുക വരികയാണ്. അപ്പം ഡൽഹി കാണാൻ പോകുന്നതിനുമൊക്കെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഈ AC കോച്ചിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്തത് നഷ്ടമാണ്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടമല്ല കൂട്ടുന്നത്. അദ്ദേഹം ഡൽഹി ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ജോണിനെ കൂട്ടിക്കൊണ്ട് പോയതാണ്. അങ്ങനെ 97 സെപ്റ്റംബർ 1-ാം തീയതി ഡൽഹിയിലെത്തുന്നു. അവൻ ഡൽഹി മുൻകൂട്ടി തന്നെ തിരിച്ചിങ്ങോട്ട് പോരാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ ചെന്ന് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് കിട്ടായിരിക്കും. അപ്പം അവിടെ ചെന്ന് പോയിൻ്റ് എടുത്ത ദിവസം മദർ തെരേസ മരിച്ചു. അപ്പോൾ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ കൽക്കട്ടയിലേക്ക് പോകേണ്ട വന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നീടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റ് പറയാം എന്ന് രാഷ്ട്രപതി ഓഫീസിൽ നിന്നും പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞിരുന്നു. തമിഴ്നാടുകാരനായ ഒരു IAS കാരനാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഡൽഹിയിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സേന ഡൽഹിയിൽ അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം പുതിയൊരു ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകുന്നു, കേരളത്തിലേക്ക് പോകുന്നു. അപ്പം മുൻകൂട്ടി എടുത്ത ടിക്കറ്റ് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട വന്നില്ല. ആ ഡേറ്റിലല്ല, അതിന് മുമ്പ് തന്നെ പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഈ കേരള ഹൗസിൽ നവാബ് രാജേന്ദ്രനുമുണ്ട്. അപ്പോൾ നവാബ് രാജേന്ദ്രൻ കേരള ഹൗസിൽ ഈ പറഞ്ഞ ഒരുമിച്ച് സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ നവാബ് രാജേന്ദ്രനോട് കൂടിയാണ് യാത്ര അയക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ
ജോണിനെ പോയപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം 2000 97 നടന്നപ്പോൾ 3 വർഷം കഴിഞ്ഞ് 2000 നവാബ് രാജേന്ദ്രൻ്റെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം എന്നൊരു പുസ്തകം ഇറങ്ങി. അതിനകത്ത് ഒരു ആരോപണം എന്നെക്കുറിച്ച് എഴുതിയിരിക്കും 3 വർഷം കഴിഞ്ഞപ്പോൾ. എന്നോട് ചോദിക്കുമെന്നും പറയാതെ തന്നെ ചെയ്തതാണ്. ഞാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് സ്വാതന്ത്ര്യ സമര സേനാനി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്ത് 1000 രൂപയ്ക്ക് ആ ടിക്കറ്റ് വിറ്റിട്ട് സ്വാതന്ത്ര്യ സമര സേനയുടെ കൂടെ ഒരാളെ കയറ്റി വിട്ടു എന്നാണ് ആ പുസ്തകത്തിൽ ആരോപണം. തന്നെ 1000 രൂപയാണ് എന്നെക്കുറിച്ചുള്ള ആരോപണം. അപ്പം ഈ ഞാൻ വിറ്റു എന്ന് മുൻകൂട്ടി എടുത്ത ടിക്കറ്റ് എൻ്റെ പേരിലെടുത്ത ടിക്കറ്റ്, അതായത് ഡൽഹിക്ക് യാത്ര ചെയ്യുന്നു, തിരിച്ച് കേരളത്തിലേക്ക് മുൻകൂട്ടി എടുത്ത ടിക്കറ്റ് ഞാൻ യാത്ര ചെയ്യാതെ പകരം ഒരാൾക്ക് 1000 രൂപയ്ക്ക് ടിക്കറ്റ് ഞാൻ വിറ്റിട്ട് തിരിച്ച് സ്വാതന്ത്ര്യ സമര കൂടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു. വിറ്റു എന്ന് പറയപ്പെടുന്ന ഈ ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ ടിക്കറ്റ്. അത് കളവാണെന്ന് ഞാൻ കോട്ടയത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നവാബ് രാജേന്ദ്രനെ പ്രതിയാക്കി അപ്പം തന്നെ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. അപ്പം കോടതി എൻ്റെ മൊഴിയെടുത്തതിന് ശേഷം ഈ ഒറിജിനൽ ടിക്കറ്റ് കോടതി പരിശോധിച്ചതിന് ശേഷം നവാബ് രാജേന്ദ്രന് നോട്ടീസ് അയച്ചു. അപ്പോൾ നവാബ് രാജേന്ദ്രൻ കേരളത്തിലെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇല്ല, എനിക്കറിയാം. ആളെവിടെ താമസിക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ എറണാകുളത്ത് മാസ് ഹോട്ടലിലാണ്, അപ്പോൾ ആ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് അയക്കുമ്പോൾ എപ്പോഴും മടങ്ങി വരികയാണ്. സത്യത്തിൽ ഒരു 1000 രൂപയ്ക്ക് ആരോപണം ഉന്നയിക്കുന്ന പേരിൽ ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ ആരോപണങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആരും അപകീർത്തി കേസ് കൊടുക്കാറില്ല. 1000 രൂപ ആയിട്ട് പോലും ഞാനന്ന് അപകീർത്തി കേസ് ഫയൽ ചെയ്തു. അപ്പം മാസ് ഹോട്ടലിലേക്ക് അയക്കുമ്പോൾ മടങ്ങി വരികയാണ് പോലീസ്. അപ്പം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനാണ് അത് പതിച്ച് നടത്തേണ്ടത്. അപ്പോൾ ആളവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആളവിടെ ഉണ്ടെന്ന് എനിക്ക് അയാൾ വാങ്ങിച്ചില്ല. നവാബ് വാങ്ങിക്കാതെ തിരിച്ച് പോലീസിനെ വിരട്ടി വിട്ടുകൊണ്ടാണ് മേടിക്കാത്തത്. ഞാൻ നോർത്ത് പോലീസിനൊന്ന് എസ് ഐനെ കണ്ടിട്ട് എസ് ഐയും കൂട്ടി മാസ് ഹോട്ടലുകൾ താമസിക്കും അവിടെ വന്ന് ഇത് പതിച്ച് നടത്തി. ഇയാളവിടെ ഉണ്ടെന്ന് വാങ്ങിച്ചില്ലെങ്കിലും അവിടെ ആളുണ്ട് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. അപ്പം വാറണ്ട് വരും. അതാണ് നവാബ് രാജേന്ദ്രൻ. കോടതി അടുത്ത അവധിക്ക് വാറണ്ട് അയക്കും. ആളുണ്ടെങ്കിൽ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതിന് തുല്യമാണ്. സമയത്ത് ആളെ കണ്ടു കിട്ടാൻ പറ്റിയില്ലെങ്കിൽ വാറണ്ട് അയക്കുകയില്ല. വാറണ്ട് വരുന്ന നവാബ് വന്ന് കോട്ടയത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം എടുത്തതിന് ശേഷം എറണാകുളത്ത് ഹൈക്കോടതി പോയി ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു ഹർജി കൊടുത്തു. അപ്പോൾ അന്നത്തെ ജഡ്ജി എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ കൃഷ്ണൻ നായരാണ്, ജസ്റ്റിസ് കൃഷ്ണൻ നായർ. അദ്ദേഹത്തിന് മുമ്പിൽ നവാബ് തന്നെയാണ് ആർഗ്യുമെൻ്റ് നടത്തുക. അപ്പം കോടതിയിൽ വന്നു. അപ്പം ഞാനന്നേരം വേറെ വക്കീലന്മാരെന്നോട് പറഞ്ഞുകൊണ്ട് എനിക്കത് അറിയാമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിൽ നവാബിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം നവാബ് രാജേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നവാബിനെ പ്രതിയാക്കിയുള്ള അപകീർത്തി കേസ് സ്റ്റേ ചെയ്യണം. അതാരാണ് നവാബിനെ പ്രതിയാക്കി കേസ് കടുവയെ കിടവ് പിടിച്ചോ എന്ന് ജസ്റ്റിസ് എൻ കൃഷ്ണൻ നായർ ചോദിച്ചു. അപ്പം കോടതിയിൽ ഇരുന്നോട്ടെല്ലാം ഒന്ന് ചിരിച്ചു. അതിനുശേഷം അത് സ്റ്റേ ചെയ്തതിന് ശേഷം 2000-ലാണുള്ള സംഭവം. 2003 ഒക്ടോബർ 10 നവാബ് രാജേന്ദ്രൻ മരിക്കുകയും ചെയ്തു. മരിക്കുന്നത് തൊട്ടുമ്പോൾ കോട്ടയത്ത് വന്നിരുന്നു. അപ്പോൾ കോട്ടയത്ത് വന്ന് ഈ കേസിൻ്റെ ആവശ്യം കൊണ്ട് എന്നോട് മാപ്പ് പറഞ്ഞു, ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്. അന്നത്തെ കോട്ടയം SP ആയിരുന്ന KT മൈക്കിൾ അവയക്കേസിലെ അട്ടിമറിച്ച അതിൻ്റെ പ്രതിക്കൂട്ടിലോ KT മൈക്കിൾ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട കുറേ പേര് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് നവാബ് പറഞ്ഞത്. അപ്പം ഈ നവാബ് രാജേന്ദ്രൻ പറയുമ്പം അന്ന് നമ്മൾ പൊതുരംഗത്തേക്ക് അഭയക്കേസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ നവാബ് പിന്നീട് 2003 ഒക്ടോബർ 10 മരിച്ചു. ഇപ്പം നവാബ് മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 27 വർഷം മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. അപ്പം ഡൽഹിയിൽ ഞാൻ പിന്നെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞപ്പം സ്വാതന്ത്ര്യ സമര ജോണി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുള്ളൂ. കഴിഞ്ഞ് 97 സെപ്റ്റംബർ 15 ഓണസദ്യ അദ്ദേഹം KR നാരായണൻ രാഷ്ട്രപതി ഭവനിൽ ഓണസദ്യ വെച്ചു. അപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള അടുത്തുള്ള MP മാരും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ടിരുന്നു. ഒറ്റപ്പാലം MP അജയകുമാർ ഉണ്ടായിരുന്നു. അപ്പം പ്രധാനപ്പെട്ട കുറച്ച് MP മാർ മാത്രം കേരളത്തിൽ നിന്നുള്ളൂ. അപ്പം പ്രധാനമന്ത്രി രാഷ്ട്രപതി നടത്തിയ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജി അപ്പോൾ ആരൊക്കെയാണ് ഇത് ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന അവിടെ വെച്ച് രാഷ്ട്രപതിയുടെ ഓണസദ്യ വെച്ച് KR നാരായണൻ
ഞാൻ നേരിട്ട് തന്നെ ഈ നിവേദനം അഭയക്കേസിൽ അന്വേഷണം ഊർജ്ജപ്പെടുത്തുവാൻ നിവേദനം കൊടുക്കുകയും അദ്ദേഹം ആ ഡയറക്ഷൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയും അയച്ചിട്ട് എൻ്റെ കത്ത് എനിക്ക് അയക്കുകയും ചെയ്തിരുന്നു. അപ്പം നവാബ് രാജേന്ദ്രൻ്റെ പിന്നാമ്പുറം കഥ എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം കളവാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ 1000 രൂപയാണെങ്കിലും കേസ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. നവാബ് രാജേന്ദ്രൻ പിന്നീട് മരിച്ചുകൊണ്ട് കോട്ടയത്തെ അപകീർത്തി കേസ് സ്വാഭാവികമായിട്ടും തീർപ്പാക്കി. അപ്പം നവാബിന് പോലും അങ്ങനെ തോന്നിവാസം പറഞ്ഞാൽ കേസ് കൊടുക്കുമെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അതാണ് നവാബ് രാജേന്ദ്രൻ്റെ അപകീർത്തി കേസിൻ്റെ പിന്നാമ്പുറം കഥ. നവാബിനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൽ പ്രതിയാക്കി കേസ് കൊടുക്കുന്നത്, അപകീർത്തി കേസ് കൊടുക്കുന്നത്. ഒരു കേസും ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നിലയിലുള്ള അപകീർത്തി കേസിൻ്റെ പിന്നാമ്പുറം കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയണമെന്ന് തോന്നുന്നത്. ആ കഥയുടെ പശ്ചാത്തലമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.